ജാസ്മിന്റെ ഫാദർ ബിഗ് ബോസ് ഹൗസ് വിട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ കണ്ടന്റിന്റെ ഒരു ചാകരയായിരിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗബ്രിയുടെ ഫോട്ടോ വെച്ച് ജാസ്മിൻ പെരുമാറുന്നത് കാണുന്ന സമയത്ത് നമുക്കതൊരു ഫേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒട്ടും ഒറിജിനാലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ജാസ്മിൻ ഫേക്ക് ആയിട്ടാണ്, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ജനുവിലാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അതൊരു ഫേക്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് ഫേക്ക് ആണെങ്കിൽ ജാസ്മിൻ അവിടെ ഒരു അവസരം ലഭിക്കുകയാണ്. ഫാദർ മദർ വന്ന് വീട്ടിൽ നിന്ന് എതിർത്തു. വീണ്ടും ഇതേ ടോപ്പിക് വെച്ച് കരഞ്ഞ് ഞാൻ ജനുവിനാണെന്ന് കാണിച്ച് ഇമോഷണലി പ്രേക്ഷകരെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമം ഏതായാലും ജാസ്മിൻ നടത്തും. അതിന് ബിഗ് ബോസ് തന്നെ കൂട്ടുനിൽക്കും. കൃത്യമായിട്ട് പോസിറ്റീവ് ആകുന്ന കണ്ടന്റുകൾ മാത്രമാണ് ഇപ്പൊ ജാസ്മിൻ്റെത് പുറത്തേക്ക് വിടുന്നത്. നമുക്കറിയാം പല കാര്യങ്ങളും സെലക്റ്റീവ് ആയിട്ട് മാത്രമാണ് ഇപ്പൊ ബിഗ് ബോസ് കാണിക്കുന്നത്. അപ്പൊ ജാസ്മിൻ അവിടെ ഒരു കൃത്യമായിട്ടുള്ള അവസരമാണ് ലഭിക്കുന്നത്. ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് ജിന്നോയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വിജയിക്കുക. അതുകൊണ്ട് തന്നെ ജാസ്മിൻ വളരെ കൃത്യമായിട്ട് ഗെയിം കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ അതിനുള്ള ഒരു അവസരം ജാസ്മിന് ലഭിച്ചത് കൊണ്ട് തന്നെ ജാസ്മിൻ അത് മുതലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.